ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്താണ്. ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ട് ഡാനിഷ് ഷിപ്പിംഗ് കമ്പനിയായ മേഴ്സിൻ്റെ സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന ഷിപ്പ് നമ്മുടെ മുന്നിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എപ്പോഴും നമ്മൾ പറയുന്ന പോലെ 8 STS ക്രെയിൻ തലയുയർത്തി നിൽപ്പുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ഷിപ്പിൽ നിന്നിൽ കൊണ്ടുവന്ന കണ്ടെയ്നർ നമ്മുടെ യാർഡ് പോർഷനിൽ അൺലോഡ് ചെയ്തിട്ടുമുണ്ട്. ധാരാളം കാൻഡിലിവർ റെയിൻമൗണ്ട് ഗ്രാൻഡി ക്രെയിനും STS ക്രെയിനെയും നമുക്ക് വളരെ മനോഹരമായി കാണാൻ സാധിക്കും. 2 ദിവസം മുന്നേ നടന്ന പ്രോഗ്രാമിൻ്റെ ഷെൽട്ടർ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്. അത് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ പോർട്ടിൽ ആദ്യമായി വന്ന, അതായത് വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം വന്ന ആദ്യ ഷിപ്പ് സാൻ ഫെർണാണ്ടോ ഇപ്പോൾ മൂറിങ്ങിലാണ്. ഈ ഷിപ്പ് നാളെ പോകുമെന്നാണ് അറിയാൻ സാധിച്ചത്. വളരെ ദൂരെയായിട്ട് ട്രാൻസ്ഷിപ്മെൻ്റെ ഭാഗമായിട്ട് കൊളംബോ പോർട്ടിൽ നിന്നും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലേക്ക് വന്ന മറിയൻ അസൂർ എന്ന് പറയുന്ന ഷിപ്പ് പുറംകടലിൽ ആങ്കറിങ്ങിലാണ്. വിഴിഞ്ഞത്തിനോട് ചേർന്ന ഭാഗത്താണ് ആങ്കറിങ്ങിലുള്ളത്. നമുക്ക് അവസാനം അത് മാപ്പിൽ ഉൾക്കൊള്ളിക്കാം എവിടെയാണ് കറക്റ്റായിട്ട് ആങ്കറിങ് ഉള്ളതെന്ന്. ഇനി നമ്മൾ വിഴിഞ്ഞത്തെക്കുറിച്ച് കാണാൻ പോകുന്ന കാഴ്ചകളെല്ലാം വേറെ ലെവൽ കാഴ്ചകൾ എന്ന് പറയേണ്ടി വരും. കാരണം ഇനി ധാരാളം ഷിപ്പുകളായിരിക്കും നമ്മൾ ഈ പറഞ്ഞ മറിയൻ അസൂർ എന്ന സ്ഥലത്ത് ആങ്കറിങ്ങിലേക്ക് വരിക. ഇനി നമുക്കറിയേണ്ടത്, നമ്മൾ 1-2 ആഴ്ചയായി നമ്മൾ ഷിപ്പ് വരുന്നതും പോകുന്നതുമാണ് ഈ നമ്മുടെ ഈ ചാനൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വിഴിഞ്ഞത്തിൻ്റെ വർക്ക് അപ്ഡേഷൻ നമുക്ക് ചെറുതായിട്ട് നോക്കാം. എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നമ്മൾ ഈ പറയുന്ന തൊട്ടപ്പുറത്തുള്ള നമ്മുടെ കോമ്പൗണ്ട് വാളിൻ്റെ വർക്കുകൾ, അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് വർക്കുകൾ എത്രത്തോളം കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് ഈ ഒരു ചെറിയ വീഡിയോയിൽ വളരെ വേഗം നോക്കിയിട്ട് വരാം. ആദ്യമായി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ മുന്നിൽ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ ഉള്ളിലൂടെ 10 മീറ്റർ വീതിയുള്ള റോഡുണ്ട്. ആ റോഡിൻ്റെ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മൾ ഈ പറയുന്ന പോർട്ടിനകത്തുള്ള സ്ലാബുകൾ ഉപയോഗിച്ച് ഈ 10 മീറ്റർ വീതിയുള്ള റോഡിൻ്റെ ആ സ്ലാബ് ഫിറ്റിങ്സിൻ്റെ പണികളാണ് നടക്കുന്നത്. നമുക്ക് ധാരാളം ലോറികളെ കാണാൻ സാധിക്കും. എക്സ്കവേറ്റർ ഉണ്ട്. അതുമാത്രമല്ല, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഒരു പച്ച നിറത്തിലുള്ള ക്രെയിൻ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ആക്രോപോഡ് ഫില്ല് ചെയ്യുന്നതിനും ഈ ക്രെയിൻ തന്നെയാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഹെവി സ്ലാബിനും ഈ ക്രെയിൻ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 2960 മീറ്ററാണ് നമ്മുടെ ബ്രേക്ക് വാട്ടർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ബ്രേക്ക് വാട്ടർ 1040 മീറ്റർ കൂടി കംപ്ലീറ്റ് ചെയ്ത് 4000 മീറ്ററോട്ടാണ് ബ്രേക്ക് വാട്ടർ മാറ്റുന്നത്. ഇതാണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിലെ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. അതായത് വളരെ കൂടുതൽ ദൂരം തന്നെയാണ് നമ്മുടെ വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് പോകുന്നത്. കാരണം സ്ലാബ് ഇട്ട് വരുന്ന ദൂരം നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ലെന്ത് മനസ്സിലാവും. അത് വളരെ കൂടുതൽ തന്നെയാണ്. അതുമാത്രമല്ല, നമ്മുടെ മറീൻ അസൂർ വരുന്നതിനും നമ്മുടെ ഈ പറയുന്ന സാൻ ഫെർണാണ്ടോ പോകുന്നതിനും ഹെൽപ്പ് ആവശ്യമായിട്ടുള്ള ടെക് ബോട്ടുകൾ 4 ടെക് ബോട്ടുകളുണ്ട്. ഓഷ്യാന സ്പിരിറ്റ്, ഡോൾഫിൻ 27, ഡോൾഫിൻ 28, അതുമാത്രമല്ല ഡോൾഫിൻ 35. ഈ പറയുന്ന ടെക് ബോട്ടുകളെല്ലാം നമ്മുടെ പോർട്ടിനകത്ത് സജ്ജമായി നിൽക്കുന്നതും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ മുന്നിൽ കാണുന്ന കാഴ്ച. ഇനി നമുക്ക് ഉള്ളിലൂടെ പോയിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് പോർട്ടിൻ്റെ വർക്കുമായിട്ട് വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഉള്ളത് PO ബിൽഡിങ്ങിൻ്റെ സൈഡിലൂടെ നമ്മൾ സ്ഥിരം പറയുന്ന പോലെ കോമ്പൗണ്ട് വാൾ നമുക്കിവിടെ കാണാൻ പറ്റും. കോമ്പൗണ്ട് വാളിൻ്റെ സൈഡിൽ കൂടെയുള്ള ഓടേൻ്റെ വർക്ക്, വിശാലമായ റോഡാണ്. ആ വർക്കുകളെല്ലാം നടക്കുന്നുണ്ട്. അത് എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ഇന്ന് ഞാൻ ആ ഭാഗത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിന്ന് വീഡിയോ എടുക്കാൻ തീരുമാനിച്ചു. മഴ കാരണം കുറച്ച് ചെളിയാണ് ഇവിടെ എല്ലാം. ഇതാ നമുക്ക് കാൻഡിലിവർ റെയിൻമൗണ്ട് ഗ്രാൻഡി ക്രെയിനും യാർഡ് പോർഷനും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ ഭാഗത്ത് ഞാനിങ്ങനെ നടന്നു വരാൻ കാരണം ഇവിടെ വന്നാൽ വ്യക്തമായിട്ട് എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയി നമുക്ക് അറിയാൻ സാധിക്കും. വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ ഈ പറയുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന ഹൈറ്റിൽ നിന്ന് വരുന്ന വെള്ളം നമ്മുടെ പോർട്ടിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓടേൻ്റെ വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നത്. ഒരിടത്തും ഒരു പെൻഡിങ് ആയിട്ടുള്ളതെന്ന് തോന്നില്ല. മഴേൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ മാത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം സ്ലാബ് പൂർണ്ണമായിട്ട് മൂടി വന്നിട്ടുണ്ട്. ഉണ്ടോ, ആ ഒരു വിഷ്വലാണ് നമ്മൾ ഈ കാണുന്നത്. പൂർണ്ണമായിട്ട് മൂടി വന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള സാൻഡും മെറ്റലും ധാരാളമായി ഇവിടെ നിരത്തിയിട്ടുണ്ട്. ഉണ്ടോ, ഈ സ്ലാബെല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നു. പലപ്പോഴും നമ്മൾ വളരെ ഹൈറ്റിൽ നിന്നാണ് ഈ വീഡിയോ എപ്പോഴും ഷൂട്ട് ചെയ്യാറുള്ളത്. ഈ ഭാഗത്തെല്ലാം നല്ല ഹൈറ്റുള്ള പ്ലേസാണ്. ഇവിടെ നിന്നുള്ള വെള്ളം ഒലിച്ച് നമ്മുടെ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, കോമ്പൗണ്ട് വാളും നമുക്ക് ഇവിടെ വന്നാൽ വളരെ ഹൈറ്റുള്ളതായിട്ട് തന്നെ തോന്നും.
ഭാഗത്ത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പോർട്ടിനകത്തോട്ടൊരു നമുക്ക് കാണാൻ വ്യൂ ഇല്ല. നമുക്ക് ഉറപ്പായിട്ട് ഈ റോഡിൽ നടന്നു പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ, ഈ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് നടക്കുവാണ്. മഴ പെയ്യുമ്പോൾ ഇങ്ങനെ വരുന്ന വെള്ളങ്ങൾ നമ്മുടെ ഈ പറയുന്ന ഓടയിലൂടെ ഒലിച്ചു പോകാനാണ് ഈ വർക്കെല്ലാം നടക്കുന്നത്. മഴ കുറച്ച് 2 ദിവസം മുമ്പേ നല്ല മഴയായിരുന്നു. 2 ദിവസമല്ല, ഇന്നും രാവിലെ മഴ പെയ്തു. ആ മഴ പെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ കുറച്ച് ചെളിയായിട്ട് കിടക്കുന്നത്. കണ്ട് ഈ വർക്കെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതുകൊണ്ടാണ് ഞാൻ റോഡിൽ കൂടി നടന്ന് വന്ന് വീഡിയോ ചെയ്ത്. പലപ്പോഴായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ വളരെ ദൂരെ നിന്നായിരിക്കും ഈ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യുന്നെങ്കിൽ ഇന്ന് പ്രേക്ഷകർ കാണാൻ വേണ്ടിയാണ് കുറച്ചുകൂടി അടുത്ത് വന്ന് വീഡിയോ ചെയ്യുന്നുണ്ടോ. ഇതാ നമ്മുടെ PO ബിൽഡിംഗ് നമുക്ക് കാണാൻ സാധിക്കും. ഈ വർക്കെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. രാവിലെ തന്നെ ഞാൻ പോർട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ വർക്കും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർക്കെല്ലാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ വെള്ളം ധാരാളം ഒലിച്ചു വീഴുന്നുണ്ട് ഇവിടെ എല്ലാം. ഉണ്ടോ, നമുക്ക് കാണാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് ഈ ഓടേൻ്റെ വർക്കുള്ളത്. വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് ഈ വർക്കെല്ലാം, ഓടേൻ്റെ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതും. ഈ ഭാഗം വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗം വരെ വർക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി കുറച്ചുകൂടി നടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ വർക്കിന് ആവശ്യമുള്ള മെറ്റലും എംസാൻഡുമൊക്കെ ഇവിടെ ധാരാളം കൂട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടി നമുക്ക് പോകാം. ഏറ്റവും അടിയിലായിട്ട് എനിക്ക് തോന്നുന്നു 4 ഇഞ്ചിൻ്റെ മെറ്റൽ ഉപയോഗിച്ചൊരു ബെഡ് തീർത്തിട്ടാണ് അതിൻ്റെ മുകളിലാണ് കോൺക്രീറ്റും ബാക്കി വർക്കുകളെല്ലാം നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എല്ലാം ചെളിയായി കിടപ്പുണ്ട്. ഇത്രത്തോളമാണ് ഓടേൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഈ ഭാഗത്തെല്ലാം എക്സ്കവേറ്റർ ഉപയോഗിച്ച് ലെവൽ ചെയ്തിട്ടുണ്ട്. ഓടേൻ്റെ വർക്കിന് ലെവൽ ചെയ്തിട്ട് കാണാൻ സാധിക്കും. കണ്ടോ, ഇതാണ് ഈ വർക്കുകളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഞാനുള്ളത് നമ്മുടെ PO ബിൽഡിങ്ങിൻ്റെ സൈഡിലെ വിഷ്വലാണ് ഞാനുള്ളത്. ഞാൻ നേരത്തെ വീഡിയോ എടുത്ത് തൊട്ട് താഴെയുള്ള സ്ഥലം ഞാൻ കാണിച്ച റോഡ് കാണാൻ സാധിക്കും. അവിടെ നമ്മുടെ ഈ പറയുന്ന വേസ്റ്റ് വെള്ളമൊന്നും നമ്മുടെ പോർട്ടിലേക്ക് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയും ഈ ഹൈറ്റിൽ നിന്നുള്ള വെള്ളം ധാരാളം മഴ പെയ്യുമ്പോൾ അങ്ങോട്ട് വെള്ളം കൂടുതൽ വരാതിരിക്കാൻ വേണ്ടി ഒരു ഓടേൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ആ വർക്കിൻ്റെ സ്റ്റാറ്റസാണ് കുറച്ച് മുന്നേ അയച്ചത്. അത് നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് ഈ കടലിലേക്ക് ഒഴുക്കി വിടാനാണ് പോകുന്നത്. അതിൻ്റെ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുള്ള സ്ലാബുകൾ, ധാരാളം സ്ലാബുകളാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. അങ്ങ് അറ്റത്തിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്നേ കാണും. കണ്ടോ, അവിടെയൊക്കെ ധാരാളം സ്ലാബുണ്ട്. നമ്മളെ ഫസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ കാണാൻ സാധിക്കാത്തത് നമ്മുടെ പോർട്ടിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ ഹൈറ്റ് വളരെ കൂടുതലാണ്. അവിടെ കൂടി നടന്നു പോയാലൊന്നും പോർട്ടിൻ്റെ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഇനി വളരെയധികം സന്തോഷം തരുന്നൊരു വ്യൂവിലേക്കാണ് ഞാൻ പോകുന്നത്. നമ്മളെപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ പറഞ്ഞ 1-2 കണ്ടെയ്നർ മാത്രമാണ് നമ്മുടെ യാർഡിൽ കാണുക. കാരണം നമ്മുടെ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള കണ്ടെയ്നർ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സാൻ ബെർണാണ്ടോയിൽ വന്ന കണ്ടെയ്നറെല്ലാം, ഒട്ടുമിക്ക കണ്ടെയ്നറുകളും എനിക്ക് തോന്നുന്നു 1900 കണ്ടെയ്നറോളം അൺലോഡ് ചെയ്ത് നമ്മുടെ യാർഡിൽ വെച്ചിരിക്കുന്ന കാണാൻ വളരെ മനോഹരമാണ്. ഈ കാഴ്ച ഞാൻ മനോഹരമാണെന്ന് പറയുന്നെങ്കിലും പലരുടെയും സ്വപ്നമായിരുന്നു ഈ കാഴ്ച. പലരും ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളവർക്ക് വളരെയധികം സന്തോഷം തന്നെയാണ് ഈ പറയുന്ന ഈ ഒരു കാഴ്ച. കാരണം നൂറ്റാണ്ടുകളുടെ പരിശ്രമത്തിന് ശേഷമാണ് ഈ ഒരു കണ്ടെയ്നർ നമ്മുടെ യാർഡിൽ, ഇതുപോലുള്ള കണ്ടെയ്നർ യാർഡിൽ വന്നു തുടങ്ങുന്നത്. അത് ഒരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. ആ കാഴ്ച കാണാൻ വളരെ മനോഹരമാണ്. ഉറപ്പായിട്ടും നമ്മുടെ ഈ പറഞ്ഞ STS ക്രെയിന് 4 മറു സൈഡും, അതായത് നമ്മുടെ ഈ 400 മീറ്റർ സൈഡും ഇപ്പുറത്ത് ഷിപ്പിൻ്റെ സൈഡും STS ക്രെയിനുണ്ട്. ഈ STS ക്രെയിൻ ആവട്ടെ വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ കണ്ടെയ്നറെല്ലാം അൺലോഡ് ചെയ്ത് നമ്മുടെ യാർഡിലാക്കിയത്. അല്ലെങ്കിൽ കണ്ടെയ്നറെല്ലാം അൺലോഡ് ചെയ്ത ശേഷം നമ്മുടെ ചെറിയ ട്രക്ക്, അതായത് ലോറി, ട്രെയിലർ ലോറിയിൽ ഈ കണ്ടെയ്നറാക്കി അവിടെ നിന്ന് യാർഡ് പോർഷനിൽ വന്നിട്ട് യാർഡ് പോർഷൻ
യാർഡ് ക്രെയിനുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം അൺലോഡ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുള്ളത്. നമ്മുടെ സെമി ഓട്ടോമാറ്റിക് ക്രെയിനാണ് നമ്മുടെ STS ക്രെയിനെങ്കിൽ നമ്മുടെ കാൻഡിലിവർ റൈൻ മൗണ്ട് ക്രെയിൻ ഫുള്ളി ഓട്ടോമാറ്റിക് ക്രെയിൻ തന്നെയാണ് ഇവിടെയുള്ളത്. അതിനാൽ വളരെ ഫാസ്റ്റായിട്ടാണ് ഈ പറയുന്ന കണ്ടെയ്നർ മൂവ്മെൻറ്റ് നടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 2 മാസത്തോളം ട്രയൽ റണ്ണാണ്. അപ്പോൾ ട്രയൽ റണ്ണിന് നമ്മൾ എത്രത്തോളം ഫാസ്റ്റായിട്ട് ഷിപ്പ് വന്നിറങ്ങി പോകുന്നു എന്നൊന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ട്രയൽ റൺ 2 മാസം കഴിയുമ്പോഴത്തേക്കും വളരെ ഫാസ്റ്റായിട്ടായിരിക്കും നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് മുന്നേറുക. കാരണം തൊട്ടടുത്തുള്ള മദർ പോർട്ടുകളൊക്കെ കിടപിടിക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ പോർട്ടും മുന്നോട്ട് പോവുക. നമുക്ക് വളരെ ദൂരെയായിട്ട് ഒരു ട്രെയിലറിലേക്ക് കണ്ടെയ്നർ പോകുന്നത് നമുക്ക് ഇവിടെ നിന്നാൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇത് രാവിലെ വളരെ സന്തോഷം തരുന്ന കാഴ്ച തന്നെയാണ്. നമ്മൾ കുറച്ച് ദിവസങ്ങളായി അപ്ഡേഷൻ ഇട്ടിട്ട്, അതുകൊണ്ടാണ് ഇവർ അപ്ഡേഷൻ എടുക്കാൻ വന്നിട്ടുള്ളത്. നമുക്ക് വളരെ ദൂരെയായിട്ട് ധാരാളം നാച്ചുറൽ സ്റ്റോണുകളെല്ലാം തരംതിരിച്ച് കൂട്ടിയിട്ടുണ്ട്. കാരണം 2, 3, 4 സ്റ്റേജിലെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ആ സ്റ്റാർട്ട് ചെയ്തതിനാവശ്യമായിട്ടുള്ള സ്റ്റോണുകളാണ് ഇവിടെ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമൊക്കെ ഞാൻ വളരെ നല്ല വീഡിയോ തന്നെ കുറച്ച് ദിവസം മുന്നേ 2-3 ദിവസം മുന്നേ തന്നെ നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് 4 സൈഡിലെയും വീഡിയോ അപ്ഡേഷനായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങളെല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമുക്ക് ഈ പോർഷനിൽ നിന്ന് കിട്ടുന്ന വിഷ്വൽസ്. നമ്മൾ ഈ കാണാൻ പോകുന്നത് നമ്മുടെ ട്രാൻസ്ഷിപ്മെൻ്റെ ഭാഗമായിട്ട് കൊളംബോ പോർട്ടിൽ നിന്നും ഒരു ഷിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മളീ കാണുന്ന മരിയൻ അസൂറാണ്. ഈ മരിയൻ അസൂർ കറക്റ്റായിട്ട് എവിടെയാണ് ഇപ്പോൾ ആങ്കറിങ്ങിലുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ആങ്കറിങ്ങിലുള്ള കറക്റ്റ് സ്ഥലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കോവളം, നെയ്യാറ്റിങ്കര, ബാലരാപുരം, പാറശാല, പൂവാർ എന്ന് പറയുന്ന സ്ഥലത്തിന് പേരലായിട്ടാണ് നമ്മുടെ ഈ പറയുന്ന മരിയൻ അസൂർ ട്രാൻസ്ഷിപ്മെൻ്റെ ഭാഗമായിട്ട് കൊളംബോ പോർട്ടിൽ നിന്ന് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലേക്ക് വന്ന മരിയൻ അസൂർ ഇപ്പോൾ ആങ്കറിങ്ങിലുള്ളത്. ഇനി നാളെയും വേറൊരു പുതിയൊരു ഷിപ്പ് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ധാരാളം ഷിപ്പുകൾ വന്നാൽ ഈ സ്ഥലത്തൊക്കെ ആയിരിക്കും ആങ്കറിങ്ങിലുള്ളത്. ചിലപ്പോൾ സ്ഥലമൊക്കെ ചേഞ്ച് വരാം, ഇവിടെ തന്നെ വേണമെന്നില്ല, സ്ഥലമൊക്കെ ചേഞ്ച് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. എന്നാലും നാളെയും ഒരു ഷിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട് കൊളംബോ പോർട്ടിൽ നിന്ന്. നമുക്ക് ആ ഷിപ്പിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. ഈ സീസ്പാൻ സാൻഡോസ് എന്ന് പറയുന്ന ഷിപ്പാണ് നിലവിൽ നാളെയും ഈ പറഞ്ഞ ട്രാൻസ്ഷിപ്മെൻറ്റ്, അതായത് 15-ാം തീയതി ട്രാൻസ്ഷിപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇപ്പോൾ നിലവിലുള്ള ഷിപ്പുള്ളത് കൊളംബോ പോർട്ടിലാണ്. നമുക്ക് ഷിപ്പിൻ്റെ ഷെഡ്യൂൾ നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ 14/7/2024 12 AM നമ്മുടെ കൊളംബോ പോർട്ടിലാണ് ഷിപ്പ് വന്നിട്ടുള്ളത്. സലല പോർട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ആ സമയത്ത് തന്നെ ഞാൻ ട്രാക്ക് ചെയ്ത് നമ്മുടെ പ്രേക്ഷകർ മുന്നിൽ എത്തിച്ചിരുന്നു. അതിനുശേഷം ഷിപ്പ് 15/7/2024 8 AM വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലാണ് എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ ചാർട്ടിലും വ്യത്യാസം വരാം. കാരണം നിലവിലിപ്പോൾ നമ്മുടെ സാൻ ഫെർണാണ്ടോ നാളെ 15-ാം തീയതിയാണ് നമ്മുടെ പോർട്ടിൽ നിന്ന് പോകുന്നത്. പോയി കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ഈ കണ്ടതുപോലെ നമ്മുടെ മരിയൻ അസൂർ നമ്മുടെ പോർട്ടിനകത്തേക്ക് പ്രവേശിക്കും. അങ്ങനെയാണെങ്കിൽ 15-ാം തീയതി ഉച്ച കഴിഞ്ഞോ 16-ാം തീയതി ആയിരിക്കും നമ്മുടെ സീസ്പാൻ സാൻഡോസ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലേക്ക് പ്രവേശിക്കും. ചെറിയ വ്യത്യാസങ്ങൾ ഉറപ്പായിട്ട് വരും. കാരണം ഈ 2 മാസത്തോളം ട്രയൽ റണ്ണാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൽ നടക്കുന്നത്. ട്രയൽ റൺ എന്ന് പറയുമ്പോൾ ഷിപ്പ് വന്നു പോകുന്നതിൻ്റെയും ഈ പറയുന്ന കണ്ടെയ്നർ ലോഡിങ് ആൻഡ് അൺലോഡ് ചെയ്യുന്നതിൻ്റെ സമയങ്ങൾ കറക്റ്റായിട്ട് നോക്കി ഇതെല്ലാം വരുന്ന വേരിയേഷൻസ് എല്ലാം 2 മാസം കൊണ്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ട് 2 മാസമുള്ളത്. ഫ്രണ്ട്സ്, ഇതാണ് വന്നു പോകുന്ന ഷിപ്പിൻ്റെ ഡീറ്റെയിൽസ്. താങ്ക് യു ഫ്രണ്ട്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളുടെ മുന്നിൽ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.